അവർ എല്ലാവരും ഒരേപോലെ വ്യക്തമാക്കുന്നുണ്ട്, നമ്മുടെ നിയമങ്ങളൊന്നും പര്യാപ്തമല്ല. തലേന്ന് വിട്ടില്ല, ഒരുത്തരെ കൊല്ലം അവസാനിച്ചു, ഒരുത്തരെ കൊല്ലണം. ഒരു കുട്ടിയുണ്ട്, അതൊരു പേടിയോട് കൂടിയാണ് പോകുന്നത്. നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാനും ഒരു ലേഡിയാണ്, പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പുറത്തു പോകുന്നുണ്ട്. സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച റിയാസ് എന്ന മലപ്പുറംകാരനെ ആലപ്പുഴ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ കുത്തിവീഴ്ത്തി. ചെയ്ത നല്ല കാര്യമുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ അത് നടപ്പാക്കാൻ ചില ഓരോരോ ഇടപെടലുകൾ കാരണം ആലപ്പുഴ നഗരത്തിൽ വെച്ച് കുത്തിവീഴ്ത്തി. നല്ല കാര്യം. അമ്മ സഹോദരന്റെ കൂടെയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയും മാറണം. നിയമത്തിന്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ നിയമം ആർക്കും കയ്യിലെടുക്കാൻ സാധിക്കില്ല. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നേ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ സഹോദരൻ ചെയ്തത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇന്നലെ കണ്ടതാണ്, അവനെ കൊല്ലണമായിരുന്നു. എന്റെ പോളിസി കൊല്ലാനും ചെയ്യണം. സഹോദരന്റെ കൂടെ സഹോദരന്റെ കൂടെ ആ സഹോദരൻ അത് ചെയ്തു എങ്കിൽ അത് അയാളുടെ ദോഷം. പക്ഷേ സമൂഹത്തിൽ അവന് എല്ലാവർക്കും ജീവിക്കണം. അവൻ ഇറങ്ങിയെങ്കിൽ ഈ എത്ര വീട് നശിക്കുമായിരുന്നു, എത്ര കുട്ടികളുടെ മാനം പോകുമായിരുന്നു. അതെന്ത് സർക്കാർ അംഗീകരിക്കാത്തത്? നമസ്കാരം. ആമുഖം പറയുന്ന മുമ്പേ ഞാനൊരു കഥ പറയാം. അത് കൃഷ്ണപ്രിയയുടെയും ശങ്കരനാരായണൻ്റെയും കഥയാണ്. കന്നുകാലിവളർത്തലായിരുന്നു നമ്മുടെ ശങ്കരനാരായണൻ്റെ ജോലി. എന്നും വൈകുന്നേരം മകൾ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് വരുന്ന മുമ്പേ അദ്ദേഹം വീട്ടിന് മുന്നിൽ കാത്തിരിക്കുമായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും കൃഷ്ണപ്രിയ വീട്ടിലെത്തിയില്ല. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛൻ അന്ന് മുതൽ ഉറങ്ങിയിട്ടില്ല. കൃഷ്ണപ്രിയയും താനും കിടക്കുന്ന കട്ടിലെടുത്ത് പുറത്തിട്ട് ഉറങ്ങാതെ രാത്രി നിരാത്രങ്ങൾ അദ്ദേഹം കഴിച്ചു നീക്കി. ഒടുവിൽ പോലീസ് പ്രതിയെ പിടിച്ചു. തൊട്ട് അയൽവാസിയായ മുഹമ്മദ് കോയായിരുന്നു ആ പ്രതി. ഒടുവിൽ മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയെ പിന്നെ മരിച്ച നിലയിൽ, വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്വന്തം മകളുടെ ജീവനെടുത്ത ആ ഒരു പാതകനെ സ്വന്തം ശങ്കരനാരായണൻ എന്ന അച്ഛൻ തന്നെ വെടിവെച്ചു കൊണ്ടു. ഇപ്പോൾ ഈ പറയുന്ന കഥ പറയാൻ കാരണമുണ്ട്. ഇതിന് സമാനമായൊരു സംഭവം ആലപ്പുഴയിൽ നടന്നു. സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച റിയാസ് എന്ന മലപ്പുറംകാരനെ ആലപ്പുഴ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ കുത്തിവീഴ്ത്തി. ഞങ്ങൾ അന്വേഷിക്കുകയാണ് ജനങ്ങളോട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള നടപടിയാണോ വേണ്ടത്, അതെ നിയമത്തിൻ്റെ പുറകെയാണോ പോണ്ടത്, അതെ നിയമം ഇതിലൊക്കെ പരാജയപ്പെടുകയാണോ, ഇവരെയൊക്കെ ശിക്ഷിക്കാനുള്ള നിയമം ഇപ്പോഴും സംജാതമായിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. സഹോദരിയെ പീഡിപ്പിച്ചവന് അർഹമായ ശിക്ഷ ലഭിക്കാത്തത് മൂലം സഹോദരൻ നഗരമധ്യത്തിൽ വെച്ച് ആ ഒരു പ്രതിയെ കുത്തിവീഴ്ത്തി. ഇത് ശരിയാണോ? നിയമം പരാജയപ്പെട്ടതുകൊണ്ടാണോ? അർഹമായ നിയമങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? അർഹമായ നിയമം നിലവിൽ ഇന്ത്യയിലുണ്ട്, അത് കേരളത്തിലുണ്ട്. പക്ഷേ പല കാര്യങ്ങളിൽ നമ്മുടെ സർക്കാരിന് ആ നിയമം നടത്തിക്കാൻ കഴിയാത്ത വിധമാണ് കാര്യങ്ങൾ. പിന്നെ ഒരു സമയത്ത് രോക്ഷം കൊണ്ട് ആ സഹോദരൻ അത് ചെയ്തു എങ്കിൽ അത് അയാളുടെ രോക്ഷം. പക്ഷേ നിയമപരമായി അതിൻ്റെ പിന്നിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സഹോദരൻ ഇദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം ജയിലിലാണ്. അതിലൂടെ ആ കുടുംബത്തിന് നഷ്ടമാകുന്നത് ഒരു മകനെയാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ 10-20 വർഷങ്ങളൊക്കെ തടവ് ശിക്ഷയ്ക്കുള്ളിൽ ആ മകൻ പിന്നെ ജയിലിലാണ്. ഒരരിശം കൊണ്ട് അദ്ദേഹം അത് ചെയ്തു. പക്ഷേ അത് അയാളുടെ നേരെ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാര്യം മറ്റുള്ള എല്ലാവർക്കും ഒരു നോട്ട് മാർക്കും ഒരു വിരൽ ചൂണ്ടലുമാണ്. ഇപ്പോൾ ഒരു സഹോദരിയെ പീഡിപ്പിച്ച ഒരു പ്രതിയെ സഹോദരൻ ആലപ്പുഴ നഗരമധ്യത്തിൽ കുത്തിവീഴ്ത്തി. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ഇത് നിയമം പരാജയപ്പെട്ടുകൊണ്ടാണോ, അത് എന്തുകൊണ്ടായിരിക്കും? അത് അർഹമായ നിയമമില്ലേ? സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അർഹമായ നിയമമില്ലേ? ഒരു നിയമമില്ല. ആ സഹോദരൻ ചെയ്തത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. അത്രയേ ഉള്ളൂ പറയാം. ചേച്ചി സഹോദരൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഒരു സഹോദരിയെ പീഡിപ്പിച്ച ഒരു പ്രതിയെ സഹോദരൻ ആലപ്പുഴ നഗരമധ്യത്തിൽ കുത്തിവീഴ്ത്തി. നിയമം പരാജയപ്പെട്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിയമം ആവശ്യമുള്ള നിയമം ഇല്ലേ ഇങ്ങനെ പീഡിപ്പിക്കുന്ന വീട്ടുകാർക്കെതിരെയുള്ള നിയമമൊക്കെ ഉണ്ട്, പക്ഷെ നടപ്പാക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളാണ്. നിയമമൊക്കെ ഉണ്ട്, നിയമമില്ലാത്ത ഇന്ത്യയിൽ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ അത് നടപ്പാക്കാൻ ചില ഓരോരോ ഇടപെടലുകൾ കാരണം നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച ഒരു പ്രതിയെ സഹോദരൻ അവിടെ വെച്ച് കുത്തിവീഴ്ത്തി. ആലപ്പുഴ നഗരത്തിൽ കുത്തിവീഴ്ത്തി. ഇത് ആ സഹോദരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അവന്റെ ദേഷ്യത്തില് അവൻ ചെയ്തത് ശരിയാണ്.
ഒരു കണക്കിന് അവന്റെ സ്വന്തം സഹോദരി 12 വയസ്സായ കുട്ടിയല്ലേ. അതെ അതെ അപ്പോഴത് അവൻ ചെയ്തത് ശരിയാണ്. ശരിയാണ്. അപ്പൊ സഹോദരന്റെ കൂടെയാണ്. സഹോദരന്റെ കൂടെ എല്ലാവരും സഹോദരന്റെ കൂടെ നിൽക്കുള്ളൂ. ഒരു പൊടി കൊച്ചിനെ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? നമ്മളുണ്ടല്ലോ, നമ്മളെ അവനെ കണ്ടാലും അടിക്കൂലേ. നമ്മളെ കയ്യിൽ കമ്പുണ്ടെങ്കിൽ അവനെ അടിച്ച് പറ്റിച്ചു സ്റ്റേഷനിലൊന്നും വിട്ടിട്ട് കാര്യമില്ല. അവരൊക്കെ വെറുതെ ഇവിടെ ഉള്ളൂ. നാട്ടുകാർ കൈകാര്യം ചെയ്യണം, അതാണ് നല്ലത്. അപ്പൊ എത്രയോ നിങ്ങളൊക്കെ സഹോദരന്റെ കൂടെയാണ്. സഹോദരന്റെ കൂടെ. അപ്പോൾ സഹോദരൻ ആലപ്പുഴ നഗരത്തിൽ വെച്ചിട്ട് പുള്ളിയെ കുത്തി വീഴ്ത്തി. ഇത് ചേച്ചിയുടെ അഭിപ്രായത്തിൽ സഹോദരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 12 വയസ്സുള്ള കുട്ടിയാണ് പീഡിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. സഹോദരന്റെ ഭാഗത്താണോ ഉള്ളത്? അവൻ ചെയ്ത് ശരിയാണ്. ഈ നിയമങ്ങൾ ശക്തമല്ല ഇങ്ങനെയുള്ള അങ്ങനെ ഒരു പീഡിപ്പിച്ച ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാനും ഒരു ലേഡിയാണ്, പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഇത്ര ധൈര്യത്തിൽ ഞങ്ങൾ ലേഡീസ് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഈ നിയമം ശക്തമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെ, പുറത്ത് രാജ്യത്തൊക്കെ എന്തിതാ നടക്കുന്നത്? നല്ല അച്ചടക്കത്തോടു കൂടിയുള്ള കാര്യങ്ങളല്ലേ. ഒരാളൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഭയക്കുന്നുണ്ട്, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. പക്ഷേ നമ്മുടെ നാട്ടിൽ അതില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഇന്നാളും ഉണ്ടായിരുന്നു 3 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടികൾ കേൾക്കുമ്പം പേടി തന്നെയാണ്, സങ്കടം വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് തെറ്റാണോ ശരിയാണോ? നിങ്ങൾ ആരുടെ കൂടെയാണ്? സഹോദരന്റെ കൂടെയാണ്. നമ്മുടെ നിയമം ശക്തമല്ലേ ഇങ്ങനെയുള്ള കൊച്ചു ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ജയിലിടിഞ്ഞാലും പുറത്തു വരരുത്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നേ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ജയിലിനകത്താക്കി വെച്ചിട്ട് പിന്നെ തുറന്നു വിടണം. ശരിയാണ്. ആ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും. അപ്പൊ 2 കേസിലെന്തോ പ്രതിയാണെന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി. അപ്പൊ 2 പീഡന കേസ് പ്രതിയാണ്. അപ്പൊ നമ്മളെ നിയമം ശരിയാതുണ്ടെങ്കിൽ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയത് പോലെ നടക്കുന്നത്. സഹോദരന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്. സഹോദരന്റെ കൂടെയാണ്. ആ സഹോദരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിലെങ്കിലും ജീവൻ ബാക്കിയുണ്ടെന്ന് ജീവൻ ഞാൻ എടുക്കുമെന്ന്. പുള്ളിയുടെ ഇമോഷനിൽ പുള്ളി പറയുന്നു. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മളെ ഭാഗത്ത് നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പുള്ളി ചെയ്തത് ശരിയാണ്, 100% ശരിയാണ്. അപ്പോൾ നിങ്ങൾ സഹോദരൻ്റെ കൂടെയാണ്. 12 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ആ കുട്ടിയുടെ സഹോദരൻ ആലപ്പുഴ നഗരത്തിൽ വെച്ച് കുത്തി വീഴ്ത്തി. നല്ല കാര്യം. അമ്മ സഹോദരൻ്റെ കൂടെയാണ്. നമ്മുടെ നിയമം നിയമവ്യവസ്ഥയും മാറണം. ചെയ്തതാണ് അവൻ്റെ കൂടെയാണ് ഞാനെപ്പോഴും. എനിക്ക് 3 പെൺമക്കളാണ്. നോക്കൊരു കുട്ടിയുണ്ട്, അതൊരു പെൺകൊച്ചാണ്. പേടിയോട് കൂടിയാണ് പോകുന്നത്. നിയമം കുറച്ചുകൂടി ശക്തമാക്കണം അല്ലേ? ശക്തമാണ്. ഈ നിയമം മാറ്റണം. ഈ പുറം ലോകത്തുള്ള നമ്മളെ ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള സൗദി പോലെയുള്ള നിയമം കൊണ്ടുവരും. അതാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ആ പെൺകുട്ടിയുടെ സഹോദരൻ ആലപ്പുഴ നഗരത്തിൽ വെച്ച് കുത്തിയിട്ടു. ഇത് നിങ്ങൾ ചേട്ടന്റെ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ശരിയാണ്? കണ്ടതാണ്. അവനെ കൊല്ലണമായിരുന്നു. എന്റെ പോളിസി കൊല്ല തന്നെ ചെയ്യണം. അവനൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മുമ്പ് 2 പീഡന കേസ് പ്രതിയാണ്. അതേ കണക്ക് ഈ ഗോവിന്ദസ്വാമി അവനൊക്കെ എന്തിന് സർക്കാർ പോറ്റുന്നത്? ഈ പാവങ്ങളെ കഴുത്തറത്തല്ലേ യവന്മാരെ പോറ്റുന്നത്? എന്തിനു ചെയ്യുന്നു? ഇപ്പോഴത്തന്നെ അവനെ ഒരു വെടിക്ക് തീർക്കാളായിരുന്നു. ആരെങ്കിലും ഒരാൾ തുനിഞ്ഞാൽ മതിയായിരുന്നു. ആ റിട്ടയർഡ് ഓഫീസറെ ചെന്ന് കിണറ്റിൽ നോക്കി അവനെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു, അവൻ്റെ വീട് കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഒരു കല്ലെടുത്ത് അവൻ്റെ തലയിലിട്ടില്ല ആ ആള്? സമൂഹത്തിൽ അവന് എല്ലാവർക്കും ജീവിക്കണം. അവൻ ഇറങ്ങിയെങ്കിൽ ഈ എത്ര വീട് നശിക്കുമായിരുന്നു, എത്ര കുട്ടികളുടെ മാനം പോകുമായിരുന്നു. അതെന്ത് സർക്കാർ അംഗീകരിക്കാത്തത്? പേടിയാണ്, നടക്കാൻ തന്നെ പേടിയാണ്. നമ്മുടെ നിയമം കുറച്ചുകൂടെ ശക്തമാക്കണം അല്ലേ? ഇവിടെ കേരളത്തിൽ ആവൂല. അവര് ഇവരൊക്കെ പാവങ്ങളെ പിരിഞ്ഞ് ഇവരൊക്കെ കേസ് പറയും. അതാണ് നടന്നു പറ്റുന്നത്. നീയൊക്കെ തിന്ന് ഈ ഗോവിന്ദചാമിക്ക് വരെ നിയമസഹായം ചെയ്യാൻ പോയത് ആളൂരാണ്. ഇതൊക്കെ എവിടെ വരുന്നേ? ആളൂരിനെ പോലെയുള്ള ഒരാൾക്ക് വക്കീൽ ഫീസ് കൊടുക്കാനായിട്ട് ഗോവിന്ദചാമിയോടെ എവിടെ കാശ്? ഞങ്ങൾ ചോദിക്കുന്നു ഇതൊക്കെ എവിടെന്നോ കൊല്ലണോർന്ന് സത്യം. ഇത് നമുക്ക് ഇവിടുത്തെ നിയമം ശരിയല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ വിദേശത്ത് എന്ത് ഉണ്ടാവാത്തത്? അതാണ് ഇവിടെ വരേണ്ടത്. തലേന്ന് വിട്ടില്ല, ഒരുത്തനെ കൊല്ലുമ്പോൾ അത് അവസാനിക്കും. ഒരുത്തനെ കൊല്ലണം, അപ്പോഴേ അവരൊക്കെ അറിയാം അടുത്തതും അതാണെന്നുള്ളത്. അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം. അവന് ജീവനോടെ വിടരുത്. ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ആലപ്പുഴ നഗരമധ്യത്തിൽ വെച്ച് ആ പെൺകുട്ടിയുടെ സഹോദരൻ കുത്തി വീഴ്ത്തി.
ചേച്ചിയുടെ അഭിപ്രായത്തിൽ ആ പയ്യൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ചെയ്ത ശരിയല്ലേ? ശരിയാണ്. അവനത് വേണം, അവൻ അർഹിക്കുന്നു. അവനത് വേണം. അത് മുമ്പ് ഉള്ളതാ കിട്ടിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിയമത്തിന്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ നിയമം ആർക്കും കയ്യിലെടുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു മാനസികമായ ഒരു വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. ആഴ്ന്നതൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളാരും ചെയ്തു പോവും. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ നിയമത്തിൻ്റെതായ നടപടി. നിയമം ശക്തമല്ലാത്തതുകൊണ്ടാണല്ലോ അവൻ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയത്. നിയമം ശക്തമാവേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിന്റെ ആവശ്യകത ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മാഡം ഒരു അഡ്വക്കേറ്റ് അല്ലേ? മാഡത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് ജയിലിടിഞ്ഞാലും പുറത്തു പറയരുത്, അങ്ങനെയല്ലേ വേണ്ടത്? ആണ്. അത് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ രീതിയിൽ നമുക്ക് ചിന്തിക്കണം. ഒരു സ്ത്രീ എന്നുള്ള സ്ത്രീയുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ശരിയെന്ന് തോന്നും. പക്ഷെ നിയമത്തിൻ്റെ കണ്ണിൽ നമുക്ക് നിയമം കയ്യിലെടുക്കാൻ എല്ലാ സാഹചര്യത്തിലും പറ്റത്തില്ല. നമ്മൾ വി ഹാവ് ടു ഒബേ ദ റൂൾസ്. പക്ഷേ റൂൾസ് എപ്പോഴും എന്താണ് മനുഷ്യനെ സംരക്ഷിക്കുന്ന രീതിയിലും ആയിരിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നിയമം കുറച്ചുകൂടെ ശക്തമാക്കേണ്ടെന്ന് ചോദിക്കുന്നത് ആണ്. അതിൻ്റെ ആവശ്യകത. തെളിവോട് കൂടി ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ ശിക്ഷാവധി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് എന്തായാലും ഉണ്ട്. നിയമം ശക്തമാവേണ്ട ആവശ്യകത. നമ്മുടെ നിയമങ്ങളൊന്നും ശക്തങ്ങളല്ല. അതായത് പെൺകുട്ടികൾക്കൊന്നും ഈ പറയുന്ന പോലെ അവർക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ഈ മോളുടെ ടീച്ചറാണ്, സ്റ്റുഡൻ്റാണ് മോള്. ഇപ്പോൾ വൈകിട്ട് വെച്ച് കണ്ടതാ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ വെച്ച് ആ കുഞ്ഞ് ചെയ്തു പോയതായിരിക്കും. കാരണം അവർക്ക് വേണ്ട നീതി കിട്ടിയില്ല. അപ്പോൾ ഈ രീതി പ്രതികരിച്ചതായിരിക്കാം. പക്ഷേ നിയമത്തിൻ്റെ കണ്ണ് വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാണ്. നിയമം ശക്തമാണെങ്കിൽ ഈ ശക്തമാവേണ്ട ആവശ്യകത ഇനിയും നിയമത്തിന് മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ വരണം. നമ്മൾ നിയമം ഒരിക്കലും എന്താണ് മനുഷ്യൻ വൈകാരികമായിട്ട് കടന്നു കയറേണ്ട രീതിയിലൊരു സാഹചര്യം നിയമ സംഹിതയിൽ വരാൻ പാടില്ല. അപ്പം എന്ത് വേണം? നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമായിട്ട് വരണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് കുറച്ചും കൂടി നിയമത്തിൽ വിശ്വാസം ഉണ്ടാവും. സഹോദരൻ കുത്തി വീഴ്ത്തി. കൃത്യമല്ല, അവൻ കംപ്ലീറ്റ് പറഞ്ഞു. ശരീരം കംപ്ലീറ്റ് പറഞ്ഞു. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ചെയ്ത നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. രണ്ട് പ്രാവശ്യം പീഡനത്തിന് പീഡിപ്പിച്ച ഒരുത്തരെ ഈ നിയമം ഇവിടെ എന്താ ഉണ്ടാക്കിയത്? ഇവിടെ എന്താ ഈ നിയമം? ഈ നിയമം ഇത് ശരിയാണോ? നിയമം ശക്തമാണോ? അല്ലേ, നിയമം ശക്തമല്ല. അല്ല അല്ലാന്ന് ഞാൻ പറയൂ. ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ കുത്തിയത്. കുട്ടിയെന്ന് വെച്ചാൽ നമ്മൾക്കാരെയും കൊല്ലാനുള്ള അധികാരമില്ല. ശിക്ഷ കൊടുക്കണം. പക്ഷേ നമ്മുടെ നിയമം ശക്തമല്ലാത്തതുകൊണ്ടല്ലേ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി പുറത്ത് വന്നത്. അതേപോലെയുള്ള ശിക്ഷ കൊടുക്കണം. ഇവനൊന്നും ജയിലിടിഞ്ഞാൽ പുറത്ത് പറയരുതല്ലേ? ഇപ്പോൾ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ആ പെൺകുട്ടിയുടെ സഹോദരൻ ആലപ്പുഴ നഗരത്തിൽ വെച്ച് കുത്തി വീഴ്ത്തി. ചേച്ചിയുടെ അഭിപ്രായത്തിൽ അവൻ ചെയ്തത് ശരിയാണോ? സഹോദരൻ ചെയ്തത് ശരിയാണോ? അതായത് നമ്മുടെ നിയമം ശക്തമല്ലാത്തതുകൊണ്ടോ ആണോ? എന്താണ് പറയാനുള്ളത്? എന്തായാലും ശക്തമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങൾ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമാവണം. ആ സഹോദരൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം സ്വന്തം സഹോദരി 12 വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ച പ്രതിയാണ് സഹോദരൻ കുത്തിയത്. നമ്മുടെ നിയമത്തെ പൂർണ്ണമായി അങ്ങനെ കയ്യിലെടുക്കാൻ എല്ലാവരും തുടങ്ങിയാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ നിയമം ശക്തമല്ലാത്തതുകൊണ്ടല്ല. മുമ്പ് 2 പീഡന കേസ് പ്രതിയായിരുന്നു ഈ പ്രതി. ഇതിൻ്റെ 3ാമത്തെ കേസാണ്. അപ്പം ഇതിന് 3ാമത്തെ കേസ് ചെയ്തിട്ട് പുറത്തിറങ്ങി കിടക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ച ഭൂരിഭാഗം സ്ത്രീകളും ആ സഹോദരനൊപ്പമാണ്. സഹോദരൻ ചെയ്ത ശരിയെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ അവർ എല്ലാവരും ഒരേപോലെ വ്യക്തമാക്കുന്നുണ്ട്, നമ്മുടെ നിയമങ്ങളൊന്നും പര്യാപ്തമല്ല. ഇങ്ങനെയുള്ളവനെന്നും ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത രീതിയിൽ നമ്മുടെ നിയമങ്ങൾ ശക്തമാക്കണം. ചോരയ്ക്ക് പകരം ചോര എന്ന സിദ്ധാന്തത്തോട് ഞങ്ങൾ അനുകൂലമല്ല. എങ്കിൽ പോലും ഈ 2 പീഡന കേസിൽ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് സ്വന്തം സഹോദരിയെ 12 വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ചവൻ സർവ്വസ്വതന്ത്രനായി വിഹരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ രക്തം തിളച്ച് കാണണം. എന്തുകൊണ്ട് സൗദി അതേപോലെ UAE പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയുമെന്നും ചോദിച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ വളരെ വലുതാണ്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കെല്ലാം മുമ്പിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തവന്മാരുടെ ശിക്ഷ ഓർമ്മ വരും. അതുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളിലൊക്കെ ഇത്തരം പീഡനങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തത്. ഇസ്മായിൽ സുരണ്ടി, ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ, സൈനിങ് ഓഫ്.